ടാരിഫ് യുദ്ധത്തിനിടെ ഇന്ത്യയുടെ മാസ്റ്റർ സ്ട്രോക്ക്. അമേരിക്ക ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയത് മൂലമുണ്ടായ നഷ്ടം നികത്താൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇതിനായി ഇന്ത്യക്ക് നികുതിയില്ലാതെ $135 ബില്യൺ വ്യാപാരം നടത്താൻ അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന് ആധാരം. അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏകദേശം 2 ഡസനോളം രാജ്യങ്ങളുമായി നികുതിരഹിത വ്യാപാരത്തിനുള്ള പാത ഈ വർഷം തുറക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധനങ്ങളുടെ നികുതി, വിപണി പ്രവേശനം, സർക്കാർ സംഭരണം തുടങ്ങിയ വിഷയങ്ങൾ ഈ കരാർ പരിഗണിക്കും. സഹകരണത്തെക്കുറിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള 2026 ഇന്ത്യ EU ഉച്ചകോടിക്ക് തയ്യാറെടുക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ഡൽഹിയിലും ബ്രസൽസിലും ഇന്ത്യയിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഉദ്യോഗസ്ഥർ യോഗം ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ വ്യാപാര കാർഷിക കമ്മീഷണർമാരായിട്ടുള്ള മാരോസ് നെസ്കോച്ചും ക്രിസ്റ്റോഫ് ഹാൻസനും ഡൽഹിയിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ച നടത്തും എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. US താരിഫ് നയങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ കാരണം ഈ കരാർ കൂടുതൽ പ്രാധാന്യമുള്ളതായി കാണുന്നുണ്ട്. ഒരു താരിഫ് യുദ്ധം ഒഴിവാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ബൗദ്ധിക സ്വത്തവകാശം, കസ്റ്റംസ് തീരുവ, വ്യാപാരം, സുതാര്യത, നിയന്ത്രണം, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഭക്ഷ്യസുരക്ഷ, തർക്കപരിഹാരം, മത്സരം, സബ്സിഡികൾ, ഡിജിറ്റൽ വ്യാപാരം എന്നിവയുൾപ്പെടെ FTAയുടെ 23 അധ്യായങ്ങളിൽ 11 ഇതുവരെ ഇരുവരും ധാരണയിലെത്തിയിട്ടുണ്ട്. മൂലധന നീക്കങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു അധ്യായവും അവർ ഉടൻ പൂർത്തിയാക്കും എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ, ആരോഗ്യവും സുരക്ഷയും, വിപണി പ്രവേശനം, സാധനങ്ങളുടെ ഉത്ഭവ നിയമങ്ങൾ, സർക്കാർ സംഭരണം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കുന്ന 13ാം റൗണ്ട് ചർച്ചകൾ സെപ്റ്റംബർ 8-നും ഒക്ടോബർ 14-നും ആരംഭിക്കും. സേവനങ്ങൾ, നിക്ഷേപം, ഡിജിറ്റൽ വ്യാപാരം എന്നീ വിഷയങ്ങളിലും ഇരുപക്ഷവും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ ഡിസംബറിൽ ഈ FTA കരാർ പൂർത്തിയാകും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. യൂറോപ്യൻ കമ്മീഷന്റെ കാർഷിക കമ്മീഷണറും വ്യാപാര പ്രസിഡന്റുമായിട്ടുള്ള ക്രിസ്റ്റോഫ് ഹാൻസനും മാരോസ് സെച്ച്കോവിച്ചും ഈ ആഴ്ച ഇന്ത്യയിലേക്ക് വരും എന്നും അറിയാനായി സാധിക്കുന്നു. ഈ കാര്യങ്ങളിൽ ഒരു കരാറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത്. ഉടനെ തന്നെ ഈ കരാർ ഒപ്പിടാൻ സാധിക്കും എന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.